മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലിനെയും അമേരിക്കയെയും പേടിപ്പിക്കാൻ കേരളത്തിലെ ഇരട്ടച്ചങ്കൻ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ലോകത്തിന് മുന്നിൽ എന്തെങ്കിലും വസ്തുതകൾ അങ്ങനെ പറയാൻ കഴിഞ്ഞു? ഏതെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു? തങ്ങൾക്ക് വിരോധമുള്ള രാഷ്ട്രങ്ങളെ വെച്ചു വാഴിപ്പിക്കില്ല എന്ന നിലയാണല്ലോ. ഒരു രാജ്യത്തിന്റെ പരമാധികാരിയായി ആ രാജ്യം കണക്കാക്കുന്ന ആയത്തുള്ള ഖൊമേനിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളെയും കൊച്ചുമോളെയും മകളുടെ ഭർത്താവിനെയും എല്ലാം കൂടെ ചേർത്ത് കൊല്ലുന്ന നില. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ മേലെ നിന്ന് നിങ്ങൾ എവിടെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആയുധം പ്രയോഗിക്കാൻ പറ്റുന്ന വിദ്യകൾ, സാങ്കേതിക വിദ്യകൾ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെയും മറ്റും കയ്യിലുണ്ട്. അത് വെച്ച് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരിയായി ആ രാഷ്ട്രം കണക്കാക്കുന്ന വ്യക്തിയെപ്പോലും കൊല ചെയ്യാൻ തയ്യാറാവുകയാണ്. എത്ര ഇതുപോലുള്ള അതിക്രമങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരിയെ കൊല ചെയ്യാൻ മാത്രം അതെത്ര നെറുകേടാണ് എന്നൊക്കെയാ വിളിച്ചു പറയുന്നത്. അല്ല, ഇതെത്രത്തോളം ഉളുപ്പില്ലായ്മയാ നമ്മുടെ മുഖ്യനെ വിളിച്ചു പറയുന്നത്. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കോ. ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ ഫലസ്തീൻ സ്വതന്ത്രമാകുമെന്ന് ഹമാസ് എന്ന ഭീകര സംഘടന വിളിച്ചു പറയുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? ഈ മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്താ? ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന്, ലോകത്ത് നിന്ന് തുടച്ചു നീക്കണമെന്നല്ലേ? ഇസ്രായേലിന്റെ പരമാധികാരത്തെ പിണറായി കാണാറില്ലേ? ഇസ്രായേലിന് പരമാധികാരമില്ലേ? ഇസ്രായേൽ എന്ന രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ആ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? ആ രാജ്യത്തെ സാധാരണക്കാർക്ക് അവിടെ മുന്നോട്ട് പോകണ്ടേ? എന്തേ ഒരു ജിഹാദിയെ മാത്രം കാണുന്നു? എന്തേ ഇറാനെ മാത്രം കാണുന്നു? ആരുടെ വോട്ട് തണ്ടാനാ ഇമ്മാതിരി ഊളത്തരുമായിട്ട് പിണറായി ഇപ്പോ രംഗത്തെത്തിയത്? അമേരിക്കക്കെതിരെയാ ഈ ഉറഞ്ഞു തുള്ളുന്നത്. ലേശമെങ്കിലും ഉളുപ്പുള്ള ഒരാളായിരുന്നെങ്കിൽ ഈ ജാതി വർത്തമാനം പറയോ? സ്വന്തം ജീവൻ പോലും നിലനിൽക്കുന്നത് ഈ പറയുന്ന അമേരിക്കയിൽ പോയിട്ട് ചികിത്സിച്ചിട്ടല്ലേ? ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ഓടാറുള്ളത്? സ്വന്തം ജീവൻ നിലനിർത്തുന്നത് പോലും അമേരിക്കയിലെ ഓടിപ്പോയിട്ട് ചികിത്സിച്ചിട്ട്, എന്നിട്ട് വോട്ട് തണ്ടാൻ വേണ്ടി ഉളുപ്പില്ലാതെ ഇറാന് വേണ്ടിയിട്ട് എന്തോ ടെക്നോളജി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ നാണമില്ലേ? അല്ല, ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ. പറയുന്ന ഇറാനും ഇസ്രായേലും അമേരിക്കയും സകലതും അങ്ങ് മാറ്റിവെക്കാം. എന്നിട്ട് ഈ പറഞ്ഞ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ കുറിച്ചാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത്. നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികൾ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളില്ലേ, UAE-യിലില്ലേ, ഖത്തറിലില്ലേ, ബഹ്റൈനിലില്ലേ, ഇത്തരം നിരവധി ഗൾഫ് രാജ്യങ്ങൾക്ക് പരമാധികാരമില്ലേ? രാഷ്ട്രത്തിന്റെ പരമാധികാരമില്ല അവർക്കൊന്നും. ആ രാജ്യത്തേക്ക് ഇറാൻ എന്ന നെറികെട്ട രാജ്യം മിസൈൽ അയച്ചതിനെതിരെ എന്തേ ഒരക്ഷരം മിണ്ടാത്തത്? ആർക്ക് വേണ്ടിയിട്ടാ ഈ ജാതി പ്രസംഗമായിട്ട് രംഗത്തെത്തുന്നത്? കേരളത്തിലെ ജിഹാദി വോട്ട് വാങ്ങാനോ? ഈ ജിഹാദി വോട്ട് വാങ്ങാനാണോ പിണറായി വിജയൻ ഉളുപ്പില്ലാതെ ഇതുപോലെ പ്രസംഗിച്ച് രംഗത്തെത്തുന്നത്? ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികൾ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഇസ്രായേലും ഒരു അമേരിക്കയോ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കൊരു മുട്ടുസൂചി പോലും എടുത്ത് എറിഞ്ഞിട്ടില്ല. എന്നാൽ ഇറാൻ മിസൈലുകൾ അയക്കുക, അവിടെ ആളുകൾ കൊല്ലപ്പെട്ടു തുടങ്ങി. ഇതൊന്നും ഇവിടെ ഒരുത്തരം കാണുന്നില്ല. ഇവരൊക്കെ കാണുന്നത് ഇറാൻ ചെയ്യുന്ന നെറികേട് എത്രത്തോളം വലിയ നെറികേടാ. അല്ല പിണറായി വിജയൻ, നിങ്ങൾ എന്തേ ഹമാസ് എന്ന ഭീകര സംഘടന ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നു കയറി 1200-ലധികം ആളുകളെ കൂട്ടക്കൊല നടത്തിയതിനെതിരെ ഒരക്ഷരം മിണ്ടാതിരുന്നത്? ആ ഹമാസിന്റെ ആ ഭീകരാക്രമണം നടത്തിയ ഹമാസിന്റെ തന്തയെയാണ് ഇസ്രായേൽ തേടിപ്പിടിച്ച് കൊലപ്പെടുത്തിയത്. അത് ഇസ്രായേലിന്റെ അവകാശമാണ്. ഇസ്രായേലി ജനതയ്ക്ക് നേരെ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത അലി ഖമൈനി എന്ന് പറയുന്ന നെറികെട്ടവരെ തേടിപ്പിടിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഭരണാധികാരികളുടെ അവകാശമായിരുന്നു.
ആ അവകാശമാണ് ഇസ്രായേൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് ലോക സമാധാനത്തിന് വേണ്ടി ഇസ്രായേൽ ചെയ്തിട്ടുള്ള ഒരു തർക്കം അതിൽ ആർക്കും തന്നെ വേണ്ട. ഒരു തർക്കത്തിനാല് ഒരാളും ഇവിടെ കേരളത്തിൽ നിന്ന് ഉറഞ്ഞു തുള്ളി രംഗത്തൊന്നും ഇറങ്ങിയിട്ടേ ഇസ്രായേലിനും അമേരിക്കക്കും അതൊക്കെ പുല്ല. ഇത് ഇത്തരം ആളുകളുണ്ടല്ലോ, ഇസ്രായേലിനെ അങ്ങ് പേടിപ്പിക്കാൻ ഇവിടെ പ്രസംഗിക്കാൻ ഇറങ്ങുന്ന ആളുകളോട് പറയാ, നിങ്ങളൊന്നും ഒക്ടോബർ 7 കണ്ടിട്ടില്ലെങ്കിൽ ബാക്കിയൊന്നും കാണാനുള്ള ഒരു അർഹതയും ഇവിടെ ഒരുത്തരും ഇല്ല എന്നുള്ളത് തന്നെയാ വലിയ യാഥാർത്ഥ്യം. ഇത് മാത്രമല്ല, മറ്റൊരു UDF ഭാഗത്ത് നിന്ന് മറ്റൊരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. ഈ പാണക്കാട് കുടുംബത്ത് നിന്ന്, ആ പേരൊന്ന് നോക്കട്ടെ, മുനവർ അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തിയിട്ട് എന്താ വിളിച്ചു പറയുന്നത്? വിശുദ്ധ റംസാനിലെ ധീര രക്തസാക്ഷിത്വം ആയത്തുള്ള അലി ഖമേനിയെ അനുസ്മരിച്ച് മുനവർ അലി ശിഹാബ് തങ്ങൾ. എന്തിനാണ് ഈ റമദാൻ മാസത്തേക്ക് പൊക്കിപ്പിടിച്ച് ഒരു നെറികെട്ട തീവ്രവാദിക്ക്, ഒരു ഭീകരവാദിക്ക് രക്തസാക്ഷിത്വ പരിവേശമൊക്കെ കൊടുക്കുന്നത്? ആ വാക്കിനൊക്കെ ഒരുപാട് മഹത്തുള്ളൊരു വാക്കാ. അതൊക്കെ പൊക്കിപ്പിടിച്ച് റമദാൻ മാസത്തെ പോലും പൊക്കിപ്പിടിച്ച് എത്ര ഉളുപ്പില്ലായ്മയാ ഈ കാണിക്കുന്നത്. ഈ പറയുന്ന അലി ഖൊമേനി ഈ ഇറാനിലെ സുന്നി മുസ്ലിങ്ങളെ തേടിപ്പിടിച്ച് കൂട്ടക്കൊല നടത്തിയിട്ടില്ല. 10,000 സുന്നി മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തിയിട്ടില്ലേ ഈ പറയുന്ന അലി ഖൊമേനി? ഒരുപാട് 1000 സ്ത്രീകളെ കൂട്ടക്കൊല നടത്തിയിട്ടില്ലേ ഈ അലി ഖൊമേനി? മുസ്ലിങ്ങളെയാണ് ഈ അലി ഖൊമേനി തേടിപ്പിടിച്ച് ഇറാനിൽ കൊല ചെയ്തിട്ടുള്ളത്. സുന്നി മുസ്ലിങ്ങളും ഷിയാ മുസ്ലിങ്ങളും ഇറാനിൽ വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട്. അതിൽ സുന്നി മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തിയവന്റെ പേരാണ് അലി ഖമൈനി. ആ ഖമൈനിക്ക് രക്തസാക്ഷിത്വ പരിവേശമൊക്കെ കൊടുത്ത് ഇവിടെ സുന്നി നേതൃത്വമാണെന്ന് പറഞ്ഞു നടക്കാൻ ഈ പാണക്കാട് കുടുംബത്തിലെ ഇയാൾക്കൊന്നും ഒരു ഉളുപ്പില്ലേ? ഇത് മലയാളികൾ ചിന്തിക്കേണ്ടതാ. എന്തേ നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ തലയിലേക്ക് ലക്ഷ്യം വെച്ചിട്ട് ആക്രമണം നടത്തിയത് കൊണ്ടാണോ നിങ്ങൾ ഈ രക്തസാക്ഷിത്വ പരിവേശം ഈ പറയുന്ന ഖമേനിക്ക് കൊടുക്കുന്നത്? കൂട്ടക്കൊല നടത്തിയ ഒരാൾക്കോ? ഈ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ പിറകിൽ നിന്നുകൊണ്ട് വലിയ മതേതരത്വം പറഞ്ഞു ഉളുപ്പില്ലാതെ പച്ചക്കള്ളം പറഞ്ഞെടുക്കുക, ഉളുപ്പില്ലാതെ പച്ചക്കള്ളം പറഞ്ഞെടുക്കുക. ഇവരൊക്കെ ജിഹാദിസത്തെയാണ് ഈ പരസ്യമായിട്ട് പിന്തുണക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇതാണോ വഴികാട്ടിയായിട്ട് കാണിച്ചു കൊടുക്കുന്നത് പാണക്കാട് കുടുംബം? എത്ര നെറികേടാണ്, എത്ര അന്തസ്സുണ്ട് ഈ പറയുന്ന മുനവർ അലിയോടൊക്കെ പറയാനുള്ളത്. എത്ര അന്തസ്സുണ്ട്. യുദ്ധം കൊണ്ട് ഒന്നും നേടാനില്ല, സമാധാനമാണ് വേണ്ടത് എന്ന് അന്തസ്സുയർത്തി ഈ റമദാൻ മാസത്തില് ഒരു പുണ്യമൊന്ന് ചെയ്തുകൂടായിരുന്നോ? യുദ്ധം ഒന്നിനും അല്ലാതെ ഈ യുദ്ധം കൊണ്ടൊന്നും നേടിയില്ല. സമാധാനമാണ് വരേണ്ടത്. അത് ഇസ്രായേലിലെയും ആളുകൾക്ക് സമാധാനം വേണം, അത് ഇറാനിലെയും ആളുകൾക്ക് സമാധാനം വേണം, ഗൾഫ് രാജ്യങ്ങളിലെ ആളുകൾക്കും സമാധാനം വേണമെന്ന് പറയേണ്ട ആളുകള് ജിഹാദിയെയും പൊക്കിപ്പിടിച്ച് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗൊക്കെ ഈ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് അപകടകരമായിട്ടുള്ള പച്ചവർഗീയതയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഇസ്രായേലിലും 1000 മലയാളികളുണ്ട്, ഗൾഫിലും 14 ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മളിൽപ്പെട്ടവരാ. ഇവർക്കെതിരെ ആക്രമണം നടത്തുന്നത് ഇറാനാണ്, ഖൊമൈനി സംവിധാനങ്ങളാണ്. ഈ ഖൊമൈനിക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ലെങ്കിൽ അവരെ പിന്തുണക്കുകയെങ്കിലും ചെയ്യാതിരുന്നുകൂടെ? ഇവിടെയുള്ള നിറയട്ട ആളുകൾക്ക് നിയമസഭാ ഇലക്ഷനാ അടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്. ഇസ്രായേലിലുള്ള 10,000 മലയാളികളെ ഇവിടെ ഒരാൾക്കും വേണ്ട. ഇതൊക്കെ അവിടെയുള്ള ആളുകളും അവരുടെ കുടുംബമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ആളുകളും ബുദ്ധിയും വിവേകവും ബോധവുമുള്ള മലയാളികൾക്ക് ഒരുപാട് 1000 തവണ ചിന്തിക്കേണ്ടത്. UDF LDF ഒക്കെ ആരെയാണ് ഇവിടെ പിന്തുണയ്ക്കുന്നത്? ഇസ്രായേലിലുള്ള മലയാളികൾക്ക് UDF LDF ഒക്കെ പുല്ലുവിലയാണ് കൊടുക്കുന്നത്. ഗൾഫ് മലയാളികൾക്കും UDF LDF പുല്ലുവിലയാണ് കൊടുക്കുന്നത്. അവർ ജിഹാദിയെ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.